മാസാവസാനമായിട്ട് വലിയൊരു കുറിപ്പടിയെ ബ്രിട്ടീഷുകാർക്ക് കൊണ്ടുതരും. തിരുമേനി പറഞ്ഞതിലും ഒരു നിജസ്ഥിതി ഉണ്ടേ. നോമിന്റെ ഇല്ലത്ത് ഫാൻ വേണ്ട. ഈ ഇല്ലത്തിന് വേണ്ടേ വേണ്ട. എന്റെ പോണെ എന്തൊരു ചൂടായത്. ഞാനാണ് ഇവിടുത്തെ പ്രധാന പയ്യൻ. ഫാനേ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസേ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. എന്നെ ആണെങ്കിലോ 24 മണിക്കൂറും ഉപയോഗിക്കും. ഞാനില്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. അടുപ്പിന്റെ ഫ്രണ്ട് ഇരുന്ന് ചൂട് സഹിക്കാൻ വയ്യ. ഇവിടെങ്ങാട് ഇരുന്നങ്ങ് പൊളിക്കാം. ഒരു മൂഡ് വന്നപ്പോ പറയാൻ തോന്നി. എടാ ആരെങ്കിലും കേൾക്കത്തില്ലയോടാ? ആര് കേൾക്കാനാ? എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ പറയാ? ഈ വീട്ടിലെ സകല സാധനങ്ങൾ തുടച്ചാലും നമ്മളെ തുടയ്ക്കാൻ ഇവിടെ ആർക്കും വയ്യ. ഹൈറ്റില്ല, മേളിൽ കയറണം. എനിക്കൊന്നും വയ്യ. ബാക്കിയുള്ളവർക്ക് റെസ്റ്റ് എടുക്കാനാ ഇഷ്ടം, പക്ഷെ എനിക്ക് കറങ്ങാനാ ഇഷ്ടം. പാതിരാത്രിയാ, ഉറക്കം വരുന്നില്ലയോ? ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഫാനിന്റെ സൗണ്ട് ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. നീ നിന്റെ മൊബൈലിനകത്തെ ആ ഫാനിന്റെ സൗണ്ട് ഒന്ന് എടുത്തു തരുമോ? ഈ സൗണ്ട് ഇല്ലയോ? കൊച്ചുകളിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുവാ. രാത്രികളിൽ ആകെ ഉണർന്നിരിക്കുന്നത് ഞാനും പിന്നെ ആ പട്ടികളും പിന്നെ ആ മൂങ്ങകളും മാത്രമാണ്. നമ്മുടെ ആദ്യരാത്രിയാ. ഇനിയാണ് ഞാൻ ഫുൾ സ്പീഡിലേ നല്ല സൗണ്ടിൽ കറങ്ങാൻ പോന്നെ. ഫുൾ സ്പീഡ് ഇട്ടാലോ? മിക്കവാറും എനിക്ക് നാണം കൊണ്ട് വയ്യാതോ. ഞാൻ എന്ത് ഈശ്വരാ. ചേട്ടാ എനിക്ക് ഫാൻ പറ്റൂല, തണുക്കും. പണി പാളിയോ? ഐ ആം ദി സോറി. പിന്നെ എന്നെ ഇഷ്ടമുള്ള വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഫാനിനൊക്കെ എന്തോ സൗണ്ടാ. ഇവിടെ ഞാനിന്നൊരു പൊളി പൊളിക്കും. ഈ വീട് ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോരും, ഒറ്റ മനുഷ്യൻ അറിയത്തില്ല. ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് നോക്ക്, ഇടയ്ക്ക് കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് 20 വർഷമായി, എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ സമാധാനത്തിന് ഇടയ്ക്ക് ആ കപ്പാസിറ്റർ ഒന്ന് മാറുവാണെങ്കിൽ എനിക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. എന്നെ കൊണ്ടേ ഇത് മാത്രമല്ല ഉപകാരം. പാലിടാ ഇഷ്ടമില്ലാത്ത പെങ്കൊച്ചാ ഇപ്പൊ ഫുൾ ടൈം ഫുൾ സ്പീഡിലാ ഇട്ടേക്കുന്നേ. മുടിഞ്ഞ ചൂടാ, അതുകൊണ്ടിട്ടാ. ഞാൻ എന്റെ രാഷ്ട്രീയ വേണ്ടി എമർജൻസി ആയിട്ട് ഒരു സ്വർണ്ണം പണയൊക്കെ ചോദിച്ചപ്പോ എനിക്കൊന്നും തരാൻ വയ്യല്ലയോ? മോനെ പെതൊക്കെ പറയണ്ട, നാട്ടുകാര് കേൾക്കും. നാട്ടുകാർ കേൾക്കണം, കേൾക്കട്ടെ. അവളെ കൊണ്ട് എന്തിനാ ഭാര്യ കിടക്കാം. നമുക്ക് നാളെ കണ്ടാലോ? ഓ മൈ ഗോഡ്, അഭിഹിതം. എടി എന്റെ പുതിയ ഏതെങ്കിലും ഡ്രസ് ഉണ്ടോ? എല്ലാം കഴുകിയിട്ടേക്കുവാ. എന്താ ഉണക്കാഞ്ഞേ? അത് മഴയില്ല ചേട്ടാ. ഇനി നാളെ എന്ത് വിട്ടോണ്ട് പോകും? അല്ല, ഇതിനകത്ത് എന്റെ പങ്കെന്തുവാ? പാലിന്റെ ഓരോ ഗുണങ്ങളെ നാളെ പോയി പൊളിക്കണം. പണ്ടൊക്കെ മഴക്കാലത്ത് എന്നെ ഓൺ ആക്കിയിട്ടിട്ട് താരെ കസാര ഇട്ടിട്ട് അതിന്റെ മുകളിൽ തുണി ഇട്ടിട്ടാണ് ഉണക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ വന്ന് ഇവന്മാരെ നെഞ്ചത്തിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വെയിറ്റാ പുല്ലിന്. ഒന്ന് മാറിയിടോ, എന്ത് വെയിറ്റാ. എന്തുവാ? നോക്കിയേ, എടാ കാല, നീ എന്റെ അന്തകനാവാൻ വന്നേ അല്ലയോ? ചേട്ടാ രാത്രി എങ്ങാണ്ട് AC ഇട്ടാന്ന് കേട്ടോ. എപ്പോഴും ഇടണ്ട കേട്ടോ. എടി മുടിഞ്ഞ ചൂടില്ലേ മണ്ടയ്ക്ക്. ഫാൻ ഇട്ട് കഴിഞ്ഞാലേ ആ മണ്ടയ്ക്കുള്ള ചൂട് താഴോട്ട് വരുത്തില്ല. AC എന്തിനു വാങ്ങിച്ചില്ലയോ? നമുക്ക് എനർജി മൂഡിലിടാം. എല്ലാരോടും എന്നെ ഒഴിവാക്കാൻ നോക്കുമല്ലയോ? തിരിച്ചു വരും, ഞാൻ തിരിച്ചു വന്നിരിക്കും. ഇല്ലെങ്കിൽ എന്റെ ഒരു പട്ടി കിട്ടൂ. ചേട്ടാ ഈ മാസം കറണ്ട് ബില്ല്. ശരി. 12,000 രൂപയോ?
നിങ്ങൾക്കേ ഇത് തന്നെ വേണം. എന്നെ പുച്ഛിച്ച് തള്ളിയല്ലോ, അനുഭവിച്ചു. നമുക്കിനി അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം AC ഇട്ടാൽ മതി കേട്ടോ. ഫാൻ മതി. അതെ, ബില്ല് കൂടിയെന്നും പറഞ്ഞിട്ടെ എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടില് AC-യും വാഷിംഗ് മെഷീനൊക്കെ കാണും. അതിന് ഞാനിപ്പോ എന്താ വേണം? എന്റെ അമ്മേ, ഈ വീട്ടിൽ എന്തോരം സാധനങ്ങളാ കറണ്ട് പിടിക്കുന്നത്. അവസാനം കുറ്റം എനിക്ക് മാത്രം. കൊള്ളാവേ. എടാ ഞങ്ങളതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നെങ്കിൽ ഫാൻ ഫുൾ ടൈം ഇടുന്നുണ്ടായിരിക്കും. എടാ ഫാൻ ഇല്ലാതെ പറ്റത്തില്ല. പക്ഷെ ഫാൻ വേണം, പക്ഷെ ബില്ലും കുറയണം. എന്തെങ്കിലും മാർഗമുണ്ടോ? അതെ, നിങ്ങളുടെ വീട്ടിൽ പഴയ വല്ല ഫാനുകളും കാണും. അതാ ഇങ്ങനെ കറണ്ട് ബില്ല് കൂടുന്നത്. എടാ കറണ്ട് ബില്ല് ഈ മാസം കൂടുതലാണല്ലോ, പിന്നെന്തിനാ ഈ ഫാൻ ഇട്ടേക്കുന്നേ? അമ്മ അങ്ങോട്ട് നോക്കിയേ. ഓ, അവന്മാരുടെ ഒരു ന്യൂജൻ ഫാന്, BLDC ഫാന്. നിന്നെക്കാട്ടിൽ ഒരു 40% കറണ്ട് ഉണ്ടല്ലേ, എനിക്ക് കുറച്ച് മതി കേട്ടാ. ഇത് മറ്റേതിന്റെ പകുതി കറണ്ടേ ആവത്തുള്ളു. പഴയ ഫാനൊക്കെ എന്തേ? അതൊക്കെ ഊരി ആ സൈഡ് വെച്ചിട്ടുണ്ട്. ആക്രിക്കര ഒരു വേമ്പോളേ എടുത്തോണ്ട് പൊക്കോളും. എടാ നിന്നെ ഒരു മാസം യൂസ് ചെയ്തിരുന്ന ഒരു 20-25 രൂപ ലാഭം കിട്ടും. നിന്നെ വാങ്ങിയത് എത്ര രൂപയ്ക്കാന്നൊന്ന് പറഞ്ഞേ. നമ്മളിച്ചിരി കോസ്റ്റ്ലി ആണ്, 16,000 രൂപ ആയിട്ടുണ്ട്. എടാ മൊണ്ണേ, എനിക്ക് 1200 രൂപ വില ഉള്ളു. കപ്പാസിറ്റർ ആണെങ്കിൽ 30 രൂപയും. 25 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണോ നിന്നെ 6000 രൂപയ്ക്ക് മാറി മേടിച്ചത്? ലുക്ക് വിത്ത് LED ലൈറ്റ് വിത്ത് റിമോട്ട് പിന്നെ വൈഫൈ. ആണല്ലയോ? ഇവരുടെ ചിരിയൊക്കെ എപ്പോഴാകുമ്പോ അങ്ങനെ നമുക്കൊന്ന് കാണാവേ. എനിക്കൊക്കെ എന്തോ പറ്റാനല്ലയോ. അമ്മച്ചി, നമ്മുടെ 6000 രൂപയുടെ ഫാൻ ഇടി കിട്ടിപ്പോയ അമ്മ.